മികച്ച 30 സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തിയുള്ള ഈ പരമ്പരയിലെ 9ാമത്തെയും 10ാമത്തെയും സ്റ്റോക്സ് FMCG സെക്ടറിൽ നിന്നുള്ളതാണ്. ഇതിൽ ആദ്യം വരുന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. പ്രസിദ്ധമായ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ ഈ കമ്പനി ഇന്ത്യയിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന FMCG കമ്പനികളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ മുഖ്യ സ്ഥാനമാണ് ഈ കമ്പനിക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ തേയില നിർമ്മാതാക്കളും വിതരണക്കാരുമാണ് ടാറ്റ ടീ. തേയില കൂടാതെ കാപ്പിയുടെ നിർമ്മാണത്തിലും ഇവർക്ക് മുഖ്യ സ്ഥാനമാണുള്ളത്. വരുമാനത്തിന്റെ 56% ഇന്ത്യയിൽ നിന്നും ബാക്കിയുള്ളത് അന്താരാഷ്ട്ര ബിസിനസ്സുകളിൽ നിന്നുമാണ്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ പ്രീമിയം ബ്രാൻഡായ ടെറ്റ്ലി ടീ, 8 o'clock കോഫി മുതൽ ഗുഡ് ഡെർത്ത് ടീ, ടാറ്റ ടീ, ടാറ്റ സംപൻ, ടാറ്റ സോൾട്ട്, ടാറ്റ സോൾഫുൾ, ടാറ്റ സ്റ്റാർബക്സ്, പ്രീമിയം കുടിവെള്ള ബ്രാൻഡായ ഹിമാലയൻ, പാക്കേജ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് വരെ നീളുന്ന വിപുലമായ ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനിക്കുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ടീ ബ്രാൻഡും ടാറ്റയുടേതാണ്. വിദേശ രാജ്യങ്ങളായ കാനഡ, UK, US എന്നിവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബ്രാൻഡ് ടെറ്റ്ലി ടീ എന്ന ടാറ്റയുടെ പ്രീമിയം ബ്രാൻഡാണ്. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ലാർജ് ക്യാപ് ഓഹരിയായ ഈ കമ്പനിയുടെ വിപണി മൂല്യം 1,15,655 കോടിയാണ്. PE റേഷ്യോ 96.2%. ഇപ്പോൾ 1,212 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 1,270 താഴ്ന്ന വില 686 രൂപയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ 520% റിട്ടേൺ കൊടുത്ത ഈ ഓഹരി ഓരോ ഇടിവിലും വാങ്ങി ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാവുന്നതാണ്. കമ്പനിയുടെ വരുമാനവും പ്രവർത്തന ലാഭവും ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതായി കാണാം. അതിവേഗം വളരുന്ന നെറ്റ് പ്രോഫിറ്റും EPS ഗ്രോത്തുമാണ് കമ്പനിക്കുള്ളത്. അടുത്തതായി ഫുഡ് ആൻഡ് ബിവറേജസിൽ നിന്നു തന്നെയുള്ള മറ്റൊരു പ്രമുഖ ബ്രാൻഡായ വരുൺ ബിവറേജസ് അഥവാ VBL ആണ്. ലോകോത്തര ബ്രാൻഡായ പെപ്സിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയാണ് VBL. പെപ്സിക്കോയുടെ ഉടമസ്ഥതയിലുള്ള ട്രേഡ് മാർക്കുകളിൽ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അഥവാ CSD, നോൺ കാർബണേറ്റഡ് ബിവറേജസ് അഥവാ NCB എന്നിവ കമ്പനി നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നു. കമ്പനിയുടെ ഉൽപ്പന്ന നിര കാണുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ ശക്തി മനസ്സിലാകും. പെപ്സിക്കോ CSD ബ്രാൻഡുകളുടെ കീഴിൽ പെപ്സി, പെപ്സി ബ്ലാക്ക്, മൗണ്ടൻ ഡ്യൂ, സ്റ്റിംഗ്, 7up, മിറിൻഡ ഓറഞ്ച്, 7up നിംബൂസ് മസാല സോഡ, എവർവെസ് എന്നിവ VBL നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. NCB കാറ്റഗറിയിൽ ട്രോപ്പിക്കാന സ്ലൈസ്, ട്രോപ്പിക്കാന ജ്യൂസുകൾ, 7up നിംബൂസ്, ഗെയ്റ്റോറേഡ്, അക്വാഫിന എന്ന ബ്രാൻഡിന് കീഴിലുള്ള പാക്കേജ് ചെയ്ത കുടിവെള്ളം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യ കൂടാതെ നേപ്പാൾ, ശ്രീലങ്ക, മൊറോക്കോ, സാംബിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിലും കമ്പനി പ്രവർത്തിച്ചു വരുന്നു. കമ്പനിയുടെ വരുമാനത്തിൽ 80% മുകളിൽ ഇന്ത്യയിൽ നിന്നുമാണ് വരുന്നത്. ഇവരുടെ ഏറ്റവും പുതിയ ബ്രാൻഡായ സ്റ്റിംഗ് യുവതലമുറയുടെ ഹരമായി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ മിന്നുന്ന പ്രകടനമാണ് ഓഹരി കാഴ്ചവെച്ചത്. കഴിഞ്ഞ 5 വർഷത്തിൽ 1094% റിട്ടേൺ ആണ് ഈ ഓഹരി നിക്ഷേപകർക്ക് സമ്മാനിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം 118% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സെയിൽസ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റുമാണ് കമ്പനിക്കുള്ളത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും EPS ഗ്രോത്തും എല്ലാ വർഷങ്ങളിലും മികച്ച വളർച്ച നേടുന്നു. പ്രൊമോട്ടർമാർക്ക് ഈ കമ്പനിയിൽ 63% കൂടുതൽ ഓഹരി പങ്കാളിത്തമുണ്ട്. ലാർജ് ക്യാപ് ഓഹരിയായ ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 1,86,183 കോടിയാണ്. PE റേഷ്യോ 90.5%. നിലവിൽ 1,435 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 1,562 താഴ്ന്ന വില 645.75 വിപണിയുടെ ഓരോ ഇടിവിലും വാങ്ങി സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഈ ഓഹരികൾ.
ഇന്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന യുവജനതയും ഉപഭോഗ സംസ്കാരവും ഭാവിയിൽ ഈ കമ്പനികൾ വളർച്ച നേടാനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സെക്ടറുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.